ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മാസം മുമ്പ് ഞാനൊരു 3 സ്ഥലത്തേക്ക് പോയൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ ബാക്കി പാർട്ട് 2 ആണ് കേട്ടോ ഇന്ന് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ പോണത്. ഞാൻ എഡിറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ എന്താ അറിയില്ല, എഡിറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ആകെ ചെറിയ സാധനമാണ്, പക്ഷെ എന്താ അറിയില്ല, എനിക്ക് വോയിസ് കൊടുക്കുക എഡിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞൊക്കെ ഭയങ്കര എന്തോ ഒരു ഇടങ്ങാറാണ്. ഒന്നാമത് കുട്ടിയുണ്ട്, അപ്പോൾ പിന്നെ അവൻ്റെ പിന്നാലെ നടക്കും, അപ്പോൾ നൈസായിട്ട് അവൻ്റെ കൂടെ ഇരുന്ന് കളിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ഒരു മാസത്തിൽ ആയി. ഒന്നും കൂടി അപ്പം ഇനി വിചാരിച്ചു ഇനി എടുത്തേക്കേണ്ട, ഒന്നും കൂടിയും ഇതിട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് എഡിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ ആദിയോഗിലേക്ക് പോണത്. അപ്പോൾ ഫുഡ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, പൊതിച്ചോറായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിച്ച് വണ്ടിയിൽ ഇരുന്നൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ആദിയോഗിലേക്ക് എത്തിയത്. അവിടെ ശിവരാത്രിയുടെ പ്രോഗ്രാം നടക്കുന്നത് കൊണ്ട് വണ്ടി അവിടെ ഉള്ളിൽ കയറ്റണില്ല, അപ്പോൾ പാർക്കിംഗ് ഇവിടെയാണ്. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. പൊതുവെ വണ്ടി അവിടേക്ക് എത്തുന്നാണ് ഞങ്ങളെ കൂടെ ഡ്രൈവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം പരിപാടികളും കാര്യങ്ങളും ആയതുകൊണ്ട് കുറച്ച് ദൂരെയാണ് വണ്ടി കൊണ്ടിട്ടത്. പിന്നെ നമ്മൾ നടന്നിട്ടാണ് പോയത്. നല്ല വെയിലായിരുന്നു പോകുമ്പോൾ. അപ്പോൾ നമ്മൾ കുടയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നടത്തം കാണാനും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് നടന്നിട്ട് നമ്മൾ കുറച്ചും കൂടെ നടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് എന്താ പറയുക, ആ മലമുകളിൽ നിന്ന് ആ ശിവൻ്റെ ആ രൂപം കാണുമ്പോൾ ഉണ്ടാവും നമുക്കൊരു ഫീല്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ശരിക്കും പോകേണ്ട ഒരു സ്ഥലമാണ് ആദിയോഗി എന്ന് പറയണത്. അപ്പോൾ അവിടെ പ്രോഗ്രാമുകളും അതുപോലെ കലാപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിൽ കയറാൻ പറ്റുമോയെന്നായിരുന്നു കേട്ടോ നമ്മൾ നോക്കിയിരുന്നത്. പക്ഷെ കയറാൻ പറ്റില്ല, അവർ ചുറ്റും കെട്ടിയിട്ടുണ്ടായിരുന്നു. പൊതുവേ അല്ലെങ്കിൽ ഏകദേശം അടുത്തേക്ക് കയറി പോകാൻ പറ്റും തോന്നുന്നുണ്ട്. കാരണം ഞങ്ങൾ പോയപ്പോൾ കയറാൻ പറ്റിയിരുന്നില്ല. അവിടെ നാസിക് ഡോളും അങ്ങനെ കുറച്ച് DJ പരിപാടികളൊക്കെ അവിടെ അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ശിവനൊക്കെ നമ്മൾ നോക്കി കുറച്ച് ഫോട്ടോസ് എടുത്തു, അതുപോലെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. നേരം പോകാത്ത കാരണം പിന്നെ ഞങ്ങൾക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വെള്ളം കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വേഗം കണ്ടിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. ഇപ്പം അന്ന് ഇങ്ങനത്തെ പ്രോഗ്രാമും ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ കുട്ടികൾക്ക് കഴിക്കാനുള്ള സ്നാക്സോ ഫ്രൂട്ട്സോ ഒന്നും ഞങ്ങൾ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ വെള്ളം ഉണ്ട്, വെള്ളത്തിന് അവിടെ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഒരു ചൊയയുണ്ട്. അതുകൊണ്ട് ആർക്കും പറ്റും എന്ന് തോന്നുന്നില്ല ആ വെള്ളം കുടിക്കുമ്പോൾ. എനിക്ക് പറ്റിയിരുന്നില്ല. ഞങ്ങൾ വെള്ളം അവിടെ നിന്ന് എടുത്തപ്പോൾ അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് ഞങ്ങളിൽ പറ്റി. അപ്പോൾ ഇനി പോകുമ്പോൾ നമ്മൾ ആരാണെങ്കിലും ഒരു കുപ്പി വെള്ളം കൈ പിടിക്കാം. പിന്നെ പിള്ളേരൊക്കെ ഭയങ്കര വൈബായിരുന്നു. അപ്പോൾ ഈ പിള്ളേർക്ക് ആ ഒരു കമ്പിയുടെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കിടക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ നമുക്ക് കിടക്കാൻ പറ്റില്ല, നമുക്ക് ചാടി കിടക്കാം. അങ്ങനെ അവർ രണ്ടാളും കൂടിയിട്ട് അവിടെ കളിക്കുമായിരുന്നു. പിന്നെ അവരുടെ ഓരോ കൾച്ചറും കാര്യങ്ങളും പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു. കുറേ കണ്ടപ്പോൾ നമുക്ക് ബോറടിക്കാൻ തുടങ്ങിയിട്ടാണ്. കാരണം നമുക്കിത് വശമില്ലല്ലോ, നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ച് ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. കുറച്ചൊക്കെ എൻജോയ് ചെയ്തു അവരുടെ ആ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ ബാക്കിൽ അപ്പുറം പോയിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു. പിന്നെ കുട്ടികളെയൊക്കെ ആയിട്ട് കുറച്ച് നേരം കളിച്ചു. പിന്നെ അവരും ഇരിക്കണില്ല. അതുതന്നെ നമുക്ക് മെയിനായിട്ട് വന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ഉള്ള സാധനങ്ങൾ എടുത്തില്ല എന്നാണ്.
Over 15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allows him to transcend his physical form. Witnessing an individual's human in union with the cosmos, they call him a yogi, as he was the first one, the Adi Yogi. When his stillness lasted for years on end, curious onlookers melted away. Only 7 seekers remained, as they could not tear themselves away from him. He expounded 112 methods of attainment, offering his disciples access to the deepest innards of creation. In this magnificent state of yoga, many mysteries of the created and the uncreated cascaded upon his unbridled wild hair. It was a vision of the very core of the cosmos in all its profundity and magnificence, a vision of the unfathomable mysteries of the universe, a most overwhelming vision the sages and Devi Parvati had ever witnessed.
കുറച്ച് വീഡിയോസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് പോയി വന്നപ്പോൾ തന്നെ ഞാൻ ഇട്ടിരിക്കുന്നു. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നേരം വൈകി ഫുഡ് കഴിച്ചിട്ട് വീട്ടിലൊക്കെ എത്തിയപ്പോൾ ഒരു 12 മണിയൊക്കെ ആവാനായി. അപ്പോൾ നല്ലൊരു വൈബും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു നമ്മൾ ട്രിപ്പ് പോയപ്പോൾ. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ പോകാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.